2026 ജെഇ മെയിൻ ഫസ്റ്റ് സെഷന്റെ പെർസെന്റൈൽ സ്കോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ എപ്പോഴത്തെ പോലെ തന്നെ ബുള്ളറ്റ് സ്റ്റഡി സെന്ററിലെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് 99.9% മുകളിൽ റിസൾട്ട് നേടിയിരിക്കുന്നത്. അതിൽ ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം ഉള്ളത്, തലാൽ ഷിഹാബുദ്ദീൻ. അപ്പോൾ തലാലിന് 99.9% കരസ്ഥമാക്കാൻ സാധിച്ചത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. യെസ്, ഇപ്പൊ ഇങ്ങനെ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു. ആൻഡ് എന്ത് തോന്നുന്നു തലാൽ ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോ? ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ റിസൾട്ട് അറിഞ്ഞേ, എന്താ ഫീൽ ചെയ്ത് അപ്പൊ പെട്ടെന്ന് റിസൾട്ട് അറിഞ്ഞപ്പോ? നല്ല പ്രതീക്ഷിച്ചതൊക്കെ ആയിരുന്നു, എക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് ആൻസർ കീയും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തപ്പോ ഇത്രയും തന്നെ ആയിരുന്നല്ലോ വന്നിരുന്നത് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ എക്സാമിന്റെ എന്താ പറയാ, ആ ഒരു എക്സാം സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ഓരോ സബ്ജക്റ്റിനും വന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പെർസെന്റൈൽ സ്കോറിലേക്ക് തലാൽ എത്തിയിരിക്കുന്നത് അല്ലെ? ഫാമിലിയുടെ സന്തോഷമൊക്കെ എന്ത് പറഞ്ഞു? അവര് ഫോൺ വിളിച്ചോ? ഫോണൊക്കെ വിളിച്ചു. എന്ത് പറഞ്ഞു? നല്ല സന്തോഷം തന്നെയാണ്. സന്തോഷാണ്. ഓക്കെ, മോന്റെ വീട് എവിടെയാ? അതുപോലെ തന്നെ മോനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാവോ? വീട് കണ്ണൂരാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് എന്റെ അച്ഛനും അമ്മയും 4 സിബ്ലിങ്സും. 4 സിബ്ലിംഗ്. ഇവരെ ഒന്ന് പരിചയപ്പെടുത്താവോ? പേരും ഒക്കെ പറയാവോ? എന്റെ 2 അനിയനും 2 അനിയത്തിയും ഉണ്ട്. അനിയന്റെ പേര് സൈനുൽ ആബിദും, രണ്ടാമത്തെ അനിയന് ഖലീൽ ഷിഹാബുദ്ദീൻ, പിന്നെ ഒരനിയത്തി സാറ മറിയം, രണ്ടാമത്തത് ഈമാൻ ഫാത്തിമ. ഓക്കെ, അച്ഛന്റെ അമ്മയുടെ പേരും കൂടെ പറയാവോ? അച്ഛന്റെ പേര് ഷിഹാബുദ്ദീൻ, അമ്മയുടെ പേര് റസ്ല. ഓക്കെ, അപ്പൊ അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛന് ഇപ്പോ ഗൾഫിലല്ലേ? അപ്പൊ വിളിച്ചു പറഞ്ഞോ? അപ്പനെ വിളിച്ചു പറഞ്ഞോ എങ്ങനെയുണ്ട്? അതോ ഫാമിലിന്ന് വിളിച്ച് അവര് കണക്ട് ചെയ്തോളൂ? മോനെ വിളിച്ചോ അപ്പൊ തന്നെ റിസൾട്ട് അറിഞ്ഞപ്പോ? റിസൾട്ട് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. എന്തായിരുന്നു അപ്പന്റെ ഒരു ഫസ്റ്റ് റെസ്പോൺസ്? എന്തായിരുന്നു? പ്രതീക്ഷ പോലെ തന്നെ എന്തായിരുന്നു? അവർക്ക് നല്ല സന്തോഷം തന്നെയാണ്, നമ്മളിപ്പോ മാർക്കെല്ലാം നോക്കിയില്ല. ഓക്കെ, എക്സ്പെക്ടഡ് ആയിരുന്നു, അത് കൺഫേം ആയി എന്നുള്ളതാണ് അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ മോൻ എങ്ങനെയായിരുന്നു ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും? അതുപോലെ തന്നെ ബെർലിനിൽ നമ്മൾ ത്രൂ ഔട്ട് ഏത് ഹോസ്റ്റലിലാണ് മോനെ പഠിക്കുന്നത്? എമറാൾഡ് അല്ലേ? അപ്പൊ ഹോസ്റ്റലിലെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചല്ലേ? അതില് മോനെ എന്താണ് തോന്നുന്നത്? ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ഏത് കാര്യമായിരിക്കും മോനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇത്രയൊരു നല്ല പെർസെന്റേജിലേക്ക് എത്തിക്കാൻ? മോസ്റ്റ്ലി ഈ ബ്രില്യന്റിന്റെ എൻവയറമെന്റ് തന്നെയാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ കുറെ അഡ്വാൻസ് ഫോക്കസ് ചെയ്തു, പിന്നെ ഒരു ലാസ്റ്റ് 3 മാസമാകുമ്പോക്ക് മെയിൻസിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പോൾ ആ മെയിൻസിലേക്കുള്ള ഇതും പിന്നെ 3 മാസം മോസ്റ്റ്ലി PYQ പ്രാക്ടീസും പിന്നെ ബ്രില്യന്റിലെ സപ്പോർട്ടും പിന്നെ ഓരോ മോഡൽ എക്സാമും പിന്നെ ഓരോ കാര്യങ്ങളും ബ്രില്യന്റ് സെറ്റ് ചെയ്ത് തന്നതും പിന്നെ മോസ്റ്റ്ലി ഫാക്കൽറ്റീസും റിസോഴ്സസും അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് മോസ്റ്റ്ലി ഹെൽപ്പ് ചെയ്തത്. മോൻ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ? ഇനിയിപ്പം അടുത്തത് ജെഇ മെയിൻ സെഷൻ 2 ഉണ്ട്, ജെഇ അഡ്വാൻസ് ഉണ്ട്. ഇനിയിപ്പോ ജെഇ അഡ്വാൻസിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കുമല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ജെഇ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? ഇനി ജെഇ അഡ്വാൻസ് പ്രിപ്പറേഷൻ നന്നായി തന്നെ പോകുന്നു. തുടങ്ങിയ ജെഇ അഡ്വാൻസ് ആയിരുന്നു, ഇപ്പൊ കുറച്ചു നേരം ജെഇ മെയിൻസ്, ഇനി വീണ്ടും ജെഇ അഡ്വാൻസിലേക്ക് തന്നെ. ഓക്കെ, അപ്പൊ ഈ ജെഇ മെയിന്റെ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ ജെഇ അഡ്വാൻസിന് അല്ല? അപ്പൊ അതിലേക്കായിരിക്കുമല്ലോ കോൺസെൻട്രേഷൻ കൂടുതൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അത് പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ ഒന്നും കൂടി ജെഇ അഡ്വാൻസ് ഇങ്ങനെ ബ്രഷപ്പ് ചെയ്തെടുക്കണം. യെസ്, അതുപോലെ തന്നെ ഈ ഒരു ജെഇയുടെ നമ്മൾ ഫസ്റ്റ് സെഷൻ എഴുതിയപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞത് കെമിസ്ട്രി ഒരു വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് വന്നു, ഫിസിക്സിൽ കെമിസ്ട്രി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തവണത്തെ സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്തു. അപ്പൊ മോൻ എന്താ ഫീൽ ചെയ്തത്? തലാലിന് എന്താണ് ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫീൽ ചെയ്തത്? എന്തായിരുന്നു എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ എന്താണ് ആ എക്സാമിനെ ഒരു അനലൈസ് ചെയ്ത് എങ്ങനെയാ? മോസ്റ്റ്ലി അതേ സെയിം റിയാക്ഷൻ എൻ്റെ ഉണ്ടായത്. കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് മേജർ വ്യത്യാസം ഈ കൊല്ലം ലെങ്തി ആയിരുന്നു. ആൻഡ് അതിന്റെ മേജർ കൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ കെമിസ്ട്രി തന്നെ. കെമിസ്ട്രി ലെങ്തി, ആക്ച്വലി കെമിസ്ട്രി ലെങ്തി ആരും പ്രതീക്ഷിക്കൂല. കെമിസ്ട്രി പെട്ടെന്ന് തീർത്തിട്ട് കുറച്ചൊരു സേഫ് സ്കോർ കെമിസ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതെ, കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തീർത്തിട്ട് കുറച്ച് സമാധാനമായിട്ട് പിന്നെ ഫിസിക്സും മാത്സും നമ്മൾ അങ്ങനെ ചെയ്യും. ഫിസിക്സ് ഈസിയർ ആയിരിക്കും, മാത്സ് പിന്നെ നല്ല ലോഡ് സമയമാണ്. ഇപ്പൊ കെമിസ്ട്രിയും ഫിസിക്സും പെട്ടെന്ന് തീർത്തിട്ട് മാത്സിലേക്ക് പോകും. പക്ഷെ ഇപ്രാവശ്യം ഒരു പ്ലേ എന്താന്ന് വെച്ചാൽ കെമിസ്ട്രി ലെങ്തി ആക്കി, ഇൻഫാക്ട് ടഫറും ആക്കി. സോ നമുക്ക് കെമിസ്ട്രി യൂഷ്വലി നമ്മൾ കൊടുക്കുന്ന 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് 1 അവർ പ്ലസ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പോകുമ്പോൾ ഫിസിക്സ് എന്തായാലും ഈസി ആയിരുന്നു, കഴിഞ്ഞ പോലെ തന്നെ ആയിരുന്നു. ഫിസിക്സ് പെട്ടെന്ന് തീർന്നു. പക്ഷെ മാത്സ് പ്രതീക്ഷിച്ച സമയം നമുക്ക് കിട്ടിയില്ല. അത് ഈ കെമിസ്ട്രിക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണോ സമയം പോയത്? അതോ അല്ല, അതിൽ കുറച്ച് ഓൾറെഡി എടുത്തു, നമ്മൾ പ്രതീക്ഷയെക്കാളും ടൈം കെമിസ്ട്രിക്ക് എടുത്തു, ഫിസിക്സ് തീർത്തു, പിന്നെ മാത്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാത്സ് ലെങ്തി ആയിരുന്നു. എന്തായിരുന്നു? പിന്നെ ലെങ്തി ആണല്ലോ, പൊതുവെ മാത്സ് ലെങ്തി ആണ്. അപ്പൊ ആ പ്രതീക്ഷിച്ച സമയത്തിൽ തീർക്കാൻ പറ്റിയോ? എന്നിട്ട് തീർക്കാനൊക്കെ പറ്റി. കുറച്ച് എന്താ പറയാ, യൂഷ്വലി നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു ചെക്കിങ് നടത്തും. അപ്പൊ അതെല്ലാം കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടത്. ചെക്ക് നടത്താതെ റിസ്ക് എടുത്തിട്ട് പെട്ടെന്ന് ചെയ്തു പോയത്. പിന്നെ ക്വസ്റ്റ്യൻ സെലക്ഷനും ലെങ്തി ആയത് വിടലും, അങ്ങനെ കുറെ വിടലും, അങ്ങനത്തെ കുറച്ച് സാക്രിഫൈസ് നടത്തേണ്ടി വന്നു. എന്തായാലും നമ്മളെന്തായാലും പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി ഞാൻ ഫസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട്
എനിക്ക് തീരെ പ്രതീക്ഷ എന്താണെന്നുള്ളത് നടക്കാൻ പോകുന്നുള്ള അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെ. യെസ്, എന്താണെങ്കിലും അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ എമറാൾഡ് ഹോസ്റ്റലിൽ തന്നെ ഒരുപാട് കുട്ടികൾക്കല്ല ഇപ്പൊ 99.9% കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇപ്പം തലാലിന്റെ റൂമിലാണല്ലോ അല്ലെങ്കിൽ ഹോസ്റ്റലാണല്ലോ നിരവധി കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. യെസ്, അപ്പൊ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നായിരുന്നു അവർ ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് എന്താ പറയാ, ഞങ്ങൾക്കും സന്തോഷം. ഇനി ജെയ് അഡ്വാൻസിന്റെ ഇവരുടെ പ്രയാണം ഇവിടെ കൊണ്ട് തീരെയല്ല, ജെയ് അഡ്വാൻസ് ഉണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ട് ജെയ് അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ നടക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഒരിക്കൽ കൂടി ജെയ്യുടെ ഫസ്റ്റ് സെഷൻ ഇത്ര അടിപൊളി ഒരു പെർസെന്റൈൽ സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചത് വെരി കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഭാവിയിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.